ഇന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൽ അഞ്ചാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ നോക്കാം. പ്രധാനമായിട്ട് 12 മെത്തേഡ്സ് ആണ് പറയണത്. അതിലെ ആദ്യത്തെ 3 മെത്തേഡ്സിലാണ് പ്രോബ്ലംസ് വരുന്നത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുള്ളതാണ് റീവാലുവേഷൻ മെത്തേഡും അതുപോലെ തന്നെ ഡിപ്ലീഷൻ മെത്തേഡും. ബാക്കി എല്ലാ മെത്തേഡ്സ് എന്താണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ്, അല്ലെങ്കിൽ അതിന് മറ്റ് പേരുകളാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. സെക്കൻഡ്, റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. മറ്റ് പേരുകളാണ് കേട്ടോ, റിട്ടൺ ഡൗൺ വാല്യൂ, ഡിമിനിഷിങ്, റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഒറിജിനൽ കോസ്റ്റിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക. എന്നാൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ബുക്ക് വാല്യൂവിനനുസരിച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക. അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. പിന്നെ അതിൽ പറയുന്നത് ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ട് ഇത് 0 ആവും, പക്ഷേ ഡിപ്രീസിയേഷൻ കണക്കാക്കുമ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ 0 ആവില്ല. ഓക്കെ, പിന്നെ ഇതിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡ്, SYD. ഇത് കണക്കാക്കാനും ഇത് 3 ഫോർമുല ഉണ്ട്. ഫോർമുല വെച്ചിട്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ആനുറ്റി മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡിൻ്റെ എക്സാമ്പിൾസ് ലൈഫ് സ്റ്റോക്ക്, ലൂസ് ടൂൾസ് ഒക്കെ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിപ്ലീഷൻ മെത്തേഡ്, ഡിപ്ലീഷൻ എന്താ, മൈൻസ്, ക്വാറീസ് ഒക്കെ. ഔട്ട്പുട്ട് മെത്തേഡ്, വർക്കിംഗ് അവേഴ്സ് മെത്തേഡ്, ദ മെഷീൻ അവർ മെത്തേഡ്, മൈലേജ് മെത്തേഡ്. ഓക്കെ, താങ്ക് യു.